ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷിജിൻ വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യ ഷിജിൻ. ഇറ്റ്സ് മീ കൺമണി ഒലീവിയ ഡിസൈൻസ്. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ നിരക്കെ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങളെക്കുറിച്ച് ടോക്സിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കേണ്ടതായിട്ട്. ആദ്യം തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു റീല് പങ്കുവയ്ക്കുകയാണ്. അതായത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്ത് തന്നെയാണെങ്കിലും കമൻ്റ് ഇടണം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് കമൻ്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. ഇവരെ പ്രധാനമായും വളർന്നു വന്നത് 399 രൂപ, 499 രൂപ അത്തരത്തിലുള്ള ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഇല്ലാതെ ഓൺലൈൻ കുർത്തീസ്, സ്ത്രീകൾക്കുള്ള കുർത്തീസ് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ അവരുടെ ജോലി സാധ്യത ഒലീവിയ ഡിസൈൻസിൽ തന്നെ ഇവരുടെ സംരംഭത്തിൽ തന്നെ ജോലി സാധ്യത വളരെയധികം കൂടുതലുണ്ട്. ഈ ജോലി സാധ്യത എന്ന് പറയുന്നത് 3 മണിക്കൂർ മാത്രമേ ജോലിയുള്ളൂ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്, ഹോസ്റ്റൽ ഫ്രീ ആണ്. 3 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആട്ടവും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഡാൻസും മ്യൂസിക്കും ഒക്കെ അവിടെ അടിച്ചു പൊളിയായി വൈബാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് അവരുടെ പരസ്യങ്ങൾ വരുന്നത്. പ്രേക്ഷകർക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ കയറി അവരുടെ പരസ്യം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാവരും കാണുമ്പോൾ ആ ഒരു പരസ്യം കാണുമ്പോൾ പെട്ടെന്ന് വീഴുന്നത് അവരുടെ സാലറി എന്ന് പറയുന്നത് 25,000 ടു ഏകദേശം 40,000 വരെയൊക്കെ അവർ സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20,000 മുതൽ 40,000 വരെ സാലറി, 3 മണിക്കൂർ ജോലിയിലോ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫുൾ ഫ്രീ, അതുപോലെ തന്നെ അടിച്ചുപൊളി എൻജോയ്മെൻ്റ് ആണ്. ഓണർ ഇത്രയൊക്കെ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ഈ ഒരു പരസ്യം കാണുമ്പോൾ തന്നെ ഈ ഒരു ഓണറൊക്കെ ഇത്രയധികം ഫ്രീ ആയിട്ടാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് പെരുമാറുന്നത് എന്നുള്ളതൊക്കെ പലർക്കും തോന്നിയിട്ടുമുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് പലരും ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ്. അവരുടെ വീടിനകത്താണ് ഓഫീസ്. അങ്ങനെ ഇൻ്റർവ്യൂക്ക് പോകുന്ന സമയത്ത് ഒന്നും തന്നെ അറിയില്ല. അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതുമാത്രമല്ല, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളെ എടുക്കില്ല. അതും ഹിന്ദു വിഭാഗത്തിൽ ഏത് വിഭാഗമാണ് എന്നുള്ളത് അവർ ചോദിക്കുന്നില്ല. എങ്കിലും ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗം ഈ വിഭാഗത്തിലുള്ളവരെയാണ് അവർ എടുക്കുന്നത്. മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു കാൻഡിഡേറ്റിനും അവിടെ എടുക്കുന്നില്ല. അതുമാത്രമല്ല, വളരെയധികം സുന്ദരിയായിരിക്കണം, വെളുത്ത് മെലിഞ്ഞ് സൗന്ദര്യമുള്ളവരെ മാത്രമേ അവരവിടെ എടുക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അവിടെ ജോലി ഇല്ല. ഇതാണ് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള ഈ ഒരു സംരംഭത്തെക്കുറിച്ചുള്ള ചുരുക്ക രൂപം എന്ന് പറയുന്നത്. അടുത്തത് ഈ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ആ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ പങ്കുവെച്ചതോടുകൂടി അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ, ആ വീഡിയോ വളരെയധികം വൈറലായി, നിമിഷ നേരം കൊണ്ട് തന്നെ വളരെയധികം വൈറലായി. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു കമൻറ്റ് സെക്ഷനിൽ 100% ഏകദേശം 99% ആളുകളും അവർക്ക് ആ സ്ഥാപനത്തിൽ നിന്നുണ്ടായ ദുരനുഭവം, എനിക്ക് ഇത്തരത്തിൽ ഉണ്ടായി, എനിക്ക് ഇവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന അതിനെ പ്രതികരിക്കുന്ന ആളുകളാണ് അതിൽ ഭൂരിഭാഗവും കമൻ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാ യൂട്യൂബേഴ്സും ചർച്ച ചെയ്യുകയാണ്, സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരികയാണ്. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് അവരുടെ ചാനലിൽ തന്നെ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളെ ഒരുപറ്റം ആളുകൾ ചേർന്നുകൊണ്ട് കടന്നാക്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി എന്നോണം ഇന്ന് രാവിലെ 11 മണിക്ക് ഒരു വീഡിയോ ഇടും. മറുപടി വീഡിയോയുമായി വരും, അവരുടെ ഒഫീഷ്യൽ ചാനലിൽ തന്നെ വരും എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ആ ഒരു 11 മണിക്ക് ശേഷം മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് അവർക്ക് അലർജി ആണെന്നോ മറ്റുമൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ മറുപടി വീഡിയോയുമായിട്ട് വരാൻ പറ്റില്ല. പക്ഷേ ഇന്ന് തന്നെ ഈ 3-ാം തീയതി തന്നെ തീർച്ചയായും അതിൻ്റെ റിപ്ലൈ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് മാത്രമല്ല, അവരതിൽ പറഞ്ഞത് ഒരുപാട് പേർ ഈ ഒരു വിഷയം എടുത്ത് ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞുകൊണ്ട് വ്യൂസ് ഇല്ലാത്ത ചെറിയ ചാനലുകളും എല്ലാ ചാനലുകളും എടുത്ത് റിയാക്ട് ചെയ്യുന്നു. ഇതിൻ്റെ പേരിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ അവസാനിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ നടക്കുന്നത് എന്താണ്, ഈ ഒരു ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം എന്താണ് എന്നുള്ളത് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ അണിയറയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായും പുറത്ത് വരേണ്ടതുണ്ട്. ഇവിടുന്ന് പോയ ഒരു കക്ഷി
ഫുഡ് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന വോയിസ് കേട്ടോ. ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോളാം എന്നാ കുട്ടി പറഞ്ഞേക്കുന്നത്. ആർക്കെങ്കിലും നിർത്തണമെങ്കിൽ നിങ്ങൾ മൊബൈൽ മേടിച്ച് തരുന്ന മുമ്പ്, ഡോക്യുമെന്റ്സ് തരുന്ന മുമ്പ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിർത്താം. ഇവിടെ ആര് നിർത്തിയാലും എനിക്ക് ഒരു കോപ്പുമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇതുകൊണ്ടല്ല ഞാൻ അന്നം കഴിക്കുന്നത്. ഞാൻ നഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റ് കൂടി തുടങ്ങാവുന്നത്. കുറെ പിള്ളേർക്ക് ജീവിതം കൊടുക്കുമ്പോൾ ഇവള് വന്നിട്ട് ഇവിടെ നിന്ന് മോങ്ങിയിട്ട് പോലും ഇവള് തരികിടയാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മൊബൈൽ തരത്തില്ല, ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമെന്ന് പറഞ്ഞ്. അവളെ കണ്ടപ്പോഴേ എനിക്കറിയാം അവൾ ഫ്രോഡാണെന്ന്. അത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സ്ട്രിക്റ്റ് ആയതും പിന്നീട് ഇത്രയും ദിവസം നിന്നപ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് വന്നതും. ഇതൊക്കെ എനിക്കറിയാം. ഞാൻ എത്രയോ നാളുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന കക്ഷിയാണ്. അപ്പോൾ അവിടെ വാക്കിയിട്ട് ആർക്കെങ്കിലും പോകാം. ഇവിടെ ഒരു വിഷയവും ഇല്ല. നീ പുതിയതായിട്ട് വന്നിട്ട് മൊത്തം എല്ലാം പോയിക്കോ, എനിക്കൊരു വിഷയമില്ല. ഇതുകൊണ്ടല്ല ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവത്തില്ലേ? അല്ല, നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാവത്തില്ലേ? അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും പോകണമെങ്കിൽ നിർത്തിപ്പോയിക്കോ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇതുപോലുള്ള തടികടകളാണ് വരുന്നത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി ഒന്ന് ചലിച്ചാൽ തെണ്ടി തിരിഞ്ഞ് എന്റെ വീട്ടിൽ വന്ന ഞാൻ നിന്റെ വടക്കേപ്പുറത്ത് വന്നായിരുന്നോ? എന്നെ കൊണ്ട് എന്റെ ഇത് ചെയ്യിപ്പിക്കരുത് നീ, ഞാൻ പറഞ്ഞേക്കാം. നീ എല്ലിയ മൂങ്ങിക്കൊണ്ട് കരഞ്ഞ് മൂങ്ങി ഇങ്ങോട്ട് വന്നത്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിനാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിൻ്റെ 1500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും, അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു, എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ തരുന്നില്ലെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല. നാളെ മുഴുവൻ ക്യാഷും ജിജി എടുത്ത് ക്ലോസ് ചെയ്ത് 1500 ഒരു മാസത്തെ ഫുഡിന്റെ പൈസയും പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിന്റെ പൈസയും നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കണം. ഇന്ന് 18 തീയതി. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ ഞാൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. നാളെ അത് ക്ലോസ് ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ നിങ്ങൾ ശമ്പളത്തിൽ കട്ട് ചെയ്യും. ഒരു ന്യായീകരണവും ഇല്ല. ഇവിടെ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം. 3 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 24 മണിക്കൂറും അവിടെ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ള അവസ്ഥകളൊക്കെ പല യുവതികളും വന്ന് തുറന്ന് പറയുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൽ തന്നെ പല വീഡിയോസും ഇത്തരത്തിൽ കാണുന്നുണ്ട്. അവരുടെ അനുഭവങ്ങൾ, അവർ നേരിട്ട അനുഭവങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഒരു വോയിസ് റെക്കോർഡിലായിക്കോട്ടെ, ആ വ്യക്തികൾ, ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ, ആ ഒരു അച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയും അവരുടെ ഹസ്ബൻഡും എത്രത്തോളം മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ, ഹോസ്റ്റൽ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസ തന്നിട്ടില്ല, അത് അടുത്ത സാലറിയിൽ നിന്നും കട്ട് ചെയ്യുമെന്ന് പറയുന്നതും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വ്യക്തികളാണ് അവരുടെ സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നത്. ആരും അവിടെ നിൽക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, നിങ്ങളിവിടെ ആരും പിടിച്ചു നിർത്താനില്ല. നിങ്ങളുടെ ഈ ഒരു റവന്യൂ കണ്ടിട്ടല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല, ഞങ്ങൾക്ക് അത്രയധികം ആസ്തിയുണ്ട്. എന്ത് മോശമായിട്ടാണ് ഈ വ്യക്തികൾ സംസാരിക്കുന്നത്. എന്നിട്ടും ജനപ്രിയമായ ഒരു ഓണറെ പോലെയാണ് ആ പരസ്യങ്ങളിലൊക്കെ സ്റ്റാഫുകളുമായി ഔട്ടിങ്ങിന് പോകുന്നു. അതുപോലെ തന്നെ വാഴയിലയിൽ ബിരിയാണി, ഉച്ചയൂണ്, എന്തൊക്കെ പ്രഹസനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സത്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? പക്ഷെ അവരുടെ ക്ലോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരും അങ്ങനെ കൂടുതലായിട്ട് കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല. നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അതിൽ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരം തന്നെയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഇൻസ്റ്റാ റീലിന് താഴെ വന്നിരിക്കുന്ന കമൻ്റ് ഇട്ടിരിക്കുന്ന ഇത്രയധികം ആളുകൾ, അല്ലെങ്കിൽ അത് 10ഉം 20ഉം കമൻറ്റുകളല്ല, അത്രയധികം ആളുകൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമൻ്റ് ഇട്ട ആളുകൾക്ക് ഒരാൾ വന്ന് ഒരു റീല് പങ്കുവെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ പങ്കുവെക്കുമ്പോൾ അതിന് താഴെ വന്ന് റിയാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് പ്രതികരിക്കുന്നതിന് പകരം ഫേസ് ടു ഫേസ് ആയിട്ട് എന്തുകൊണ്ട് ഇവരൊന്നും ഇത്രയും കാലം പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഈ ഒരു വർത്തമാനകാല സമൂഹത്തിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്നിട്ടും സോഷ്യൽ മീഡിയാസ് ഇത്രയധികം ഉണ്ടായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ആർക്കും ധൈര്യവും ഉണ്ടായിട്ടില്ല, ആരും തന്നെ മുന്നോട്ടും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ മറുനാടല്ല, ഇതിന് മുൻപ് തന്നെ ഏകദേശം ഒരു 3-4 മാസം മുൻപ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെപ്പറ്റി. അതായത് ഒലിവിയ ഡിസൈൻസിൽ ഒരു പെൺകുട്ടിക്ക് അക്രമം നേരിടേണ്ടി വന്നു, തല്ലുകൊള്ളേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഗുണ്ടായിസവും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓണർ എന്ന് പറയുന്നത്
ഇയാൾ സത്യത്തിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ നിയമം വഴി പോകും എന്നൊക്കെ പറയുന്നവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന സ്വത്താണ്. അവിടുത്തെ പോലീസുകാരെന്ന് പറയുന്നത് ഇവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് സ്റ്റാഫ്സിനോട് പറയുന്നത്. അതായത് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന വ്യക്തികളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഭീഷണിപ്പെടുത്തലുകൾ, ഇതിനു മുൻപ് തന്നെ ഒരുപാട് കേസുകളും അവിടെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉന്നതാധികാരികൾ പോലും ഇവരുടെ കൈവശമാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് എന്നുള്ളതൊക്കെ പല കമൻറ്റ് സെക്ഷനുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അടൂർ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല കേരളത്തിലെ പോലീസ് സ്റ്റേഷനായിട്ടുള്ളത്, അടൂർ പോലീസ് മാത്രമല്ല കേരളത്തിലെ പോലീസുകാരായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇത്രയധികം ഊർജ്ജസ്വലമായിട്ട് നിൽക്കുമ്പോഴും അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഒരു വീഡിയോയ്ക്ക് താഴെ പോയിട്ട് മാത്രം കാണിക്കുന്ന ആ ഒരു ഊർജം, അല്ലെങ്കിൽ ആ ഒരു ആർജവം എന്ന് പറയുന്നത് സത്യത്തിൽ റിയാക്ട് ചെയ്യാൻ, മുന്നോട്ട് വരാൻ, പ്രതികരിക്കാനായിട്ട്, ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി. ഇന്ന് നമുക്ക് എന്തൊക്കെ നിയമവശങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് എന്തൊക്കെ സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്, അതൊന്നും പരിശോധിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും, ഒരു 20,000 മുതൽ 40,000 രൂപ സാലറി എന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പോലും ഇത്തരത്തിൽ ഒരുപക്ഷെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുമായിരിക്കും എന്ന് കരുതി ഒരു പ്രൈവറ്റ് ഫേമിൽ, അതും ഈ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ഈ ഒരു ഫേമിൽ പോയിട്ട് ഇത്രയധികം സാലറി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതും അവിടെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും വീണ്ടും അവിടെ കടിച്ചു തൂങ്ങിക്കൊണ്ട് ഒരു ഗതിയുമില്ലാതെ വളരെയധികം പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണ് അവിടെ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അവരുടെ അവസ്ഥ അത്രയധികം പരിതാപകരമായതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പോകുന്നത്. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കുക, അതിനെതിരെ പ്രതികരിക്കുക. അവിടെ അവരുടെ മുൻപിൽ അവരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വന്ന് നമുക്ക് പ്രതികരിക്കാൻ ഒരുപാട് മാധ്യമങ്ങൾ ഇന്നുണ്ട്, ഒരുപാട് വഴികളുമുണ്ട്. എന്തായാലും ഈ ഒരു ഒലീവിയ ഡിസൈൻസിൻ്റെ കൂടുതൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത്, ഈ ഓണർക്കും ഈ അച്ചുമാമിക്കും അവരുടെ ഭർത്താവിനും എന്താണ് പറയാനുള്ളത് എന്നുള്ളതിൻ്റെ മറുപടി വീഡിയോ വീണ്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത് വരേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഉറപ്പായും ഈ ഒരു സ്ഥാപനം പൂട്ടിക്കെട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാം. ഇന്നലെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ ഈ ഓൺലൈൻ ബിസിനസ് സ്ഥാപനം പൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 4-5 യൂട്യൂബേഴ്സ് ഒന്ന് റിയാക്ട് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുമ്പോഴേക്കും പൂട്ടിക്കെട്ടേണ്ട എന്താവശ്യമാണുള്ളത്? അല്ലെങ്കിൽ ഒന്നുകിൽ ഇവർ ഭയക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇവർക്ക് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കളികൾ നടക്കുന്നുണ്ടാകാം. കാരണം ഒന്നും നമുക്ക് അറിയില്ല എന്താണ് ഇവിടെ സത്യാവസ്ഥ എന്നുള്ളത്. എന്തായാലും പുറത്ത് വരേണ്ടത് അനിവാര്യം തന്നെയാണ്. അത്തരത്തിലൊരു ടോക്സിക് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് ഈ ഒരു ഒലീവിയ ഡിസൈൻസ് മാറിയിട്ടുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും.